ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്കണോമിക്സിലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് കേട്ടോ. PSCയുടെ ഇപ്പോൾ ഡിഗ്രി ലെവൽ ആദ്യഘട്ടമാണെങ്കിലും രണ്ടാം ഘട്ടമാണെങ്കിലും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി പറ്റും. എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും കട്ടുകട്ടി ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മാർക്ക് പോകാതിരിക്കാനാണ് എക്കണോമിക്സിൽ നമുക്ക് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും തൊഴിൽ വാർത്തയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നോക്കാം. നമുക്ക് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ PDF വഴി ടെലഗ്രാം വഴി ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് കൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഉപഭോഗ ഉൽപ്പന്നത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉപഭോഗ ഉൽപ്പന്നത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഉപകരണങ്ങൾ ആണ് അല്ലേ? ഉപകരണങ്ങൾ, ഭക്ഷണം, തുണിത്തരങ്ങൾ, വിനോദം, ഇതെല്ലാം ഉപഭോഗ ഉൽപ്പന്നങ്ങളാണ്. ഇനി അതിന് ഉദാഹരണം അല്ലാത്തത് ഏത് മാത്രമാണ്? ഉപകരണങ്ങൾ മാത്രമാണ്. അപ്പോൾ എന്താണ് ഈ ഉപഭോഗ ഉൽപ്പന്നങ്ങൾ, എന്താണ് മൂലധന ഉൽപ്പന്നങ്ങൾ, എന്താണ് അന്തിമ ഉൽപ്പന്നം? ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. നോക്കുക, ഒരിക്കൽ വിറ്റുകഴിഞ്ഞാൽ മറ്റൊരു ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാവാൻ കഴിയാത്തവയാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്, ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിച്ചു, നമ്മളത് പിന്നീട് വേറെ ആർക്കെങ്കിലും വിൽക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എടുക്കുകയോ ഒന്നും ചെയ്യില്ല, നമ്മളത് യൂസ് ചെയ്യുകയാണ് അല്ലേ. അപ്പം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കടകളിൽ നിന്നും, അതെല്ലാം എന്താണ്? അന്തിമ ഉൽപ്പന്നമാണ്. അപ്പോൾ നമുക്കൊരു തവണ നമ്മൾ വിറ്റ് കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചാൽ അത് നമ്മൾ വീണ്ടും മറ്റൊരു ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമൊന്നും ആവുന്നില്ല, നമ്മളത് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെയാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഈ അന്തിമ ഉൽപ്പന്നങ്ങളെ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, പേസ്റ്റ്, സോപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം, അതെല്ലാം നമ്മൾ യൂസ് ചെയ്യല്ലേ. അപ്പോൾ അതെല്ലാം എന്താണ്? അന്തിമ ഉൽപ്പന്നത്തിന് വരും. ഈ അന്തിമ ഉൽപ്പന്നങ്ങളെ ഉപഭോഗ ഉൽപ്പന്നങ്ങളെന്നും മൂലധന ഉൽപ്പന്നങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഉപഭോഗ ഉൽപ്പന്നം അല്ലേ, ഈ അന്തിമ ഉൽപ്പന്നം അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സിനെയാണ് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നത്, ഉപഭോഗ ഉൽപ്പന്നങ്ങളെന്നും മൂലധന ഉൽപ്പന്നങ്ങളെന്നും. എന്താണ് ഉപഭോഗ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഭക്ഷണം, തുണിത്തരങ്ങൾ, വിനോദം മുതലായ സാധനങ്ങളും സേവനങ്ങളും, അതാണ് വിനോദം എന്ന് പറഞ്ഞത് കേട്ടോ. സാധനങ്ങൾ മാത്രമല്ല, സേവനങ്ങളും അന്തിമ ഉപഭോക്താവ് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഉപഭോഗ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഭക്ഷണം നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണ്, തുണിത്തരങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണ്, വിനോദം നമ്മൾ ഉപയോഗിക്കുകയാണ്, സേവനമാണെങ്കിലും നമ്മളത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉപഭോക്താക്കൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉൽപാദന പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തുന്നതും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് മൂലധന ഉൽപ്പന്നങ്ങൾ. ഉൽപാദന പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തുന്നു, അതായത് നമ്മൾ ഒരു തവണ വാങ്ങിച്ചു, ഇപ്പോൾ ഒരു മെഷീൻ നമ്മൾ ഒരു തവണ വാങ്ങിച്ചു, ഇപ്പോൾ സോപ്പ് നിർമ്മിക്കുന്ന ഒരു മെഷീൻ വാങ്ങിച്ചു, അത് നമ്മൾ ഒരു തവണ വാങ്ങിച്ചു, പക്ഷെ അത് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും 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 എന്താണ് അതിൽ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തുന്നതും എന്നാൽ അത് കുറേ കാലം നീണ്ടു നിൽക്കും. നമ്മൾ ഒരിക്കൽ വാങ്ങിച്ചാൽ ഒരു മെഷീൻ പെട്ടെന്ന് തന്നെ വിൽക്കൊന്നുമില്ല, അത് ഉപയോഗിച്ച് നമ്മൾ കുറേ തവണ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ കാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് മൂലധന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇവ അന്തിമ ഉൽപ്പന്നങ്ങളാണെങ്കിലും ഒറ്റ ഉപഭോഗത്തിൽ തീരുന്നതല്ല അല്ലേ. ടെലിവിഷൻ, വാഹനങ്ങൾ, കമ്പ്യൂട്ടർ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ഇതെല്ലാം എന്താണ്? മൂലധന ഉൽപ്പന്നങ്ങളാണ്. ഒറ്റ ഉപഭോഗത്തിൽ എന്ത് ചെയ്യുന്നില്ല, അത് തീരുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൂലധന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. മൊത്ത നിക്ഷേപത്തിൽ നിന്നും തേയ്മാനം കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? മൊത്ത നിക്ഷേപത്തിൽ നിന്നും തേയ്മാനം കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? അറ്റ നിക്ഷേപം ആണ്. അറ്റ നിക്ഷേപം. അപ്പോൾ എന്താണ് ഈ തേയ്മാനം എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മൂലധന ചരക്കിന് വർഷാവർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കേടുപാടുകളാണ് അതിൻ്റെ തേയ്മാനം. ഒരു മൂലധന ചരക്കിന് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്, അത് നമ്മൾ കുറേ തവണ സോപ്പ് ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിക്കുമല്ലോ, അതിനെയാണ് നമ്മളതിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്.
ഒരു മൂലധന ചരക്കിനായുള്ള നിക്ഷേപത്തെ ഉപയോഗ്യ വർഷം കൊണ്ട് ഹരിച്ചു കിട്ടുന്നതാണ് തേയ്മാനം. ഒരു മൂലധന ചരക്കിനായുള്ള നിക്ഷേപത്തെ ഉപയോഗ്യ വർഷം, നമ്മളൊരു മൂലധന ചരക്കിനെ എത്രത്തോളം നിക്ഷേപിച്ചു, അതിനെ നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചു, ആ വർഷം കൊണ്ട് ഹരിച്ചു കിട്ടുന്നതിനെയാണ് തേയ്മാനം എന്ന് പറയുന്നത്. അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മറ്റ് അസാധാരണ സാഹചര്യങ്ങൾ തുടങ്ങിയവയിൽ മൂലധനത്തിനുണ്ടാവുന്ന അപ്രതീക്ഷിതമോ പെട്ടെന്നോ ഉള്ള നാശം തേയ്മാനത്തിന്റെ കണക്കിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ പെട്ടെന്നുള്ള അപകടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ, നാശമാണെങ്കിൽ അത് തേയ്മാനത്തിന്റെ കണക്കിൽ ഉൾപ്പെടുന്നതല്ല. പക്ഷെ നമ്മൾ വർഷങ്ങളോളം ഉപയോഗിച്ച് അതിന് കേടുപാടുകൾ പറ്റുമല്ലോ, അതിനെയാണ് നമ്മൾ തേയ്മാനം എന്നതിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. നാണയങ്ങളുമായും കറൻസി നോട്ടുകളുമായും നേരിൽ ബന്ധിപ്പിക്കാതെ ഡിജിറ്റൽ വിവരങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന അവസ്ഥ എന്താണ്? പണരഹിത സമൂഹമാണ്. പണരഹിത സമൂഹം. നാണയങ്ങളുമായും കറൻസി നോട്ടുകളുമായും നേരിൽ ബന്ധിപ്പിക്കാതെ ഡിജിറ്റൽ വിവരങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനെയാണ് പണരഹിത സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ പണത്തിന്റെ ഡിജിറ്റൽ പ്രതിനിധീകരണത്തിലൂടെയാണ് പണരഹിത സമൂഹം പ്രാവർത്തികമാക്കുന്നത്. ഇന്ത്യയിൽ സാമ്പത്തികമായ ഉൾച്ചേർക്കൽ അഥവാ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസിനെ പ്രോത്സാഹിപ്പിക്കാനായി സർക്കാർ വിവിധ മേഖലകളിൽ സ്ഥിരമായി നിക്ഷേപം നടത്തി വരുന്നു. പണരഹിത സമ്പദ്ഘടനയിലേക്ക് ചുവടുമാറ്റാൻ സർക്കാരിന് ശക്തി പകർന്നിട്ടുള്ള സംരംഭങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ജൻധർ അക്കൗണ്ടുകൾ, ആധാർ ഉപയോഗിച്ചിട്ടുള്ള പണമിടപാട് സംവിധാനം, ഇ വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവ. അപ്പോൾ ഇത് എക്സാമ്പിൾ പഠിച്ചു വെക്കുക കേട്ടോ. പണരഹിത സമ്പദ്ഘടനയിലേക്കുള്ള അതിനുള്ള എക്സാമ്പിളാണ്. സർക്കാരിന് ശക്തി പകർന്നിട്ടുള്ള സംരംഭങ്ങൾക്ക് ഉദാഹരണമാണ് ജൻധൻ അക്കൗണ്ടുകൾ, ആധാർ ഉപയോഗിച്ചിട്ടുള്ള പണമിടപാട് സംവിധാനം, ഇ വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവ. ചുവടെ പറയുന്നവയിൽ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടാത്തതേത്? ഏതാണ്? NPCI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടാത്തത് ATM സ്ഥാപിക്കലാണ്. ATM സ്ഥാപിക്കൽ. ഭാരതീയ റിസർവ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത സംരംഭമാണിത് ഈ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഭാരതീയ റിസർവ് ബാങ്കിന്റെയും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ എന്നിവയുടെയും സംയുക്ത സംരംഭമാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. റീറ്റെയിൽ പേയ്മെന്റ്, സെറ്റിൽമെന്റ് സിസ്റ്റം എന്നിവ കൈകാര്യം ചെയ്യാനുള്ള അംബ്രല ഓർഗനൈസേഷൻ ആണിത്. റീറ്റെയിൽ പേയ്മെന്റ്, സെറ്റിൽമെന്റ് സിസ്റ്റം എന്നിവ കൈകാര്യം ചെയ്യുവാനുള്ള അംബ്രല ഓർഗനൈസേഷൻ ആണിത്. ഇനി പറയുന്ന പേയ്മെന്റ് സംവിധാനങ്ങളുടെ ചുമതലയാണ് NPCI നിർവഹിക്കുന്നത്. അപ്പോൾ NPCIയുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്, ഓക്കെ, അതിൻ്റെ എല്ലാം സംവിധാനങ്ങളുടെ ചുമതലയാണ് NPCI നിർവഹിക്കുന്നത്. ഏതിൻ്റെയൊക്കെയാണ്? നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ചിൻ്റെ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ റുപേ കാർഡുകളുടെ അഫിലിയേഷൻ നൽകൽ, നാഷണൽ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസ്, ആധാർ ഇനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം, ചെക്കുകൾ മാറുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ. അപ്പോൾ ഈ പോയിന്റ്സ് ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സിസ്റ്റം, റുപേ കാർഡുകളുടെ അഫിലിയേഷൻ നൽകൽ, നാഷണൽ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസ്, ആധാർ ഇനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, ചെക്കുകൾ മാറുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പേയ്മെന്റ് സിസ്റ്റമാണ് റുപേ ഷെയർ. ചെയ്യപ്പെടുന്ന ATMകളുടെ രാജ്യത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്. നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ചും റുപേ ഷെയറും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം. കേന്ദ്ര ബാങ്ക് ഒരു സെക്യൂരിറ്റി വാങ്ങുമ്പോൾ അത് വീണ്ടും വിൽക്കുന്നതിൻ്റെ വിലയും തീയതിയും മുൻകൂട്ടി വാങ്ങൽ കരാറിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എപ്രകാരം അറിയപ്പെടുന്നു? കേന്ദ്ര ബാങ്ക് ഒരു സെക്യൂരിറ്റി വാങ്ങുമ്പോൾ അത് വീണ്ടും വിൽക്കുന്നതിൻ്റെ വിലയും തീയതിയും മുൻകൂട്ടി വാങ്ങൽ കരാറിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അറിയപ്പെടുന്ന പേരാണ് റിപ്പോ എന്ന് പറയുന്നത്. റിപ്പോ. രണ്ട് തരത്തിലുള്ള തുറന്ന കമ്പോള നടപടികളാണ് ഔട്ട്റൈറ്റ്, റിപ്പോ എന്നിവ. ഔട്ട്റൈറ്റും റിപ്പോ. ഔട്ട്റൈറ്റ് വഴിയുള്ള തുറന്ന കമ്പോള നടപടികൾ സ്ഥിര സ്വഭാവമുള്ളതാണ്. ഔട്ട്റൈറ്റ് വഴിയുള്ളത് സ്ഥിര സ്വഭാവമുള്ളതാണ്. റിസർവ് ബാങ്ക് റീപർച്ചേസ് എഗ്രിമെന്റ് അഥവാ പുനർവിൽപ്പന കരാറിന് നൽകുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. റിസർവ് ബാങ്ക് റീപർച്ചേസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ പുനർവിൽപ്പന കരാറിന് നൽകുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. സെക്യൂരിറ്റികളുടെ ഔട്ട്റൈറ്റ് വിൽപ്പനയ്ക്ക് പകരം
കേന്ദ്ര ബാങ്ക് തിരിച്ചു വാങ്ങുവാനുള്ള തീയതിയും വിലയും സൂചിപ്പിക്കുന്ന ഒരു കരാറിലൂടെ സെക്യൂരിറ്റികൾ വിൽക്കുന്നത് റിവേഴ്സ് പർച്ചേസ് എഗ്രിമെന്റ് അഥവാ റിവേഴ്സ് റിപ്പോ എന്നറിയപ്പെടുന്നു. എന്താണ് റിവേഴ്സ് റിപ്പോ? സെക്യൂരിറ്റികളുടെ ഔട്ട്റേറ്റ് വിൽപ്പനയ്ക്ക് പകരം കേന്ദ്ര ബാങ്ക് തിരിച്ചു വാങ്ങുവാനുള്ള തീയതിയും വിലയും സൂചിപ്പിക്കുന്ന ഒരു കരാറിലൂടെ സെക്യൂരിറ്റികൾ വിൽക്കുന്നത് റിവേഴ്സ് പർച്ചേസ് എഗ്രിമെന്റ് അഥവാ റിവേഴ്സ് റിപ്പോ എന്നാണ് അറിയപ്പെടുന്നത്. വിപരീത വാങ്ങൽ കരാർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു രാത്രി 7 ദിവസം 14 ദിവസം എന്നിങ്ങനെയുള്ള വിവിധ കാലാവധികളിലാണ് എന്ത് നടക്കുന്നത്? റിസർവ് ബാങ്ക് റിപ്പോ അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ വ്യവഹാരങ്ങൾ നടത്തുന്നത്. ഈ പ്രവർത്തനങ്ങൾ റിസർവ് ബാങ്കിന്റെ പണനയത്തിന്റെ പ്രധാന ഉപാധികളാണ്. ഓക്കെ, റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസിയുടെ പ്രധാന ഉപാധികളാണ് ഈ റിസർവ് ബാങ്ക് റിപ്പോയും റിവേഴ്സ് റിപ്പോയും. ഓക്കെ, അടുത്തത്, ഒരു ബാങ്ക് അതിൻ്റെ നിക്ഷേപത്തിൻ്റെ കരുതൽ ധനശേഖരമായി ബാങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ട ശതമാനം അറിയപ്പെടുന്ന പേരെന്താണ്? ഒരു ബാങ്ക് അതിൻ്റെ നിക്ഷേപത്തിൻ്റെ കരുതൽ ധനശേഖരമായി ബാങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ട ശതമാനം അറിയപ്പെടുന്നതാണ് കരുതൽ ധന അനുപാതം. CRR നമ്മൾ പഠിച്ചതാണ് അല്ലേ, കരുതൽ ധനാനുപാതം. അപ്പോൾ ഇവിടെ നോക്കുക, നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം ഓരോ ബാങ്കും കരുതൽ ശേഖരമായി സൂക്ഷിക്കണമെന്ന് റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് അമിതമായി വായ്പ നൽകാതിരിക്കുവാനുള്ള ഒരു നിയന്ത്രണമാണ്. അപ്പോൾ ഈ കരുതൽ ശേഖരം ഓരോ ബാങ്കിലും നിക്ഷിപ്തമായ നിയമപരമായ ഉത്തരവാദിത്വമാണ്. ഇത് അവശ്യ കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ അവശ്യ കരുതൽ ശേഖര അനുപാതം റിക്വയർഡ് റിസർവ് റേഷ്യോ, കരുതൽ ശേഖരാനുപാതം റിസർവ് റേഷ്യോ, കരുതൽ ധനാനുപാതം ക്യാഷ് റിസർവ് റേഷ്യോ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ CRR അല്ലെങ്കിൽ റിസർവ് റേഷ്യോ അല്ലെങ്കിൽ റിക്വയർഡ് റിസർവ് റേഷ്യോ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഇത് തന്നെയാണ്. അതായത് നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം ഓരോ ബാങ്കും കരുതൽ ശേഖരമായി സൂക്ഷിക്കണമെന്ന് റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരുതൽ ശേഖരം ഓരോ ബാങ്കിലും നിക്ഷിപ്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എന്നതും ഓർത്തിരിക്കുക. കരുതൽ ധനാനുപാതത്തിന് പുറമെ ബാങ്കുകൾ കുറഞ്ഞ കാലത്തേക്ക് ദ്രവത്വ രൂപത്തിൽ മറ്റ് ചില ശേഖരങ്ങൾ കൂടി സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനെയാണ് ദ്രവ്യാനുപാതം എന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR എന്ന് പറയുന്നത്. അപ്പോൾ SLRും CRRും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത്, കേന്ദ്ര ബാങ്ക് കരുതൽ അനുപാതത്തിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഫലം അല്ലാത്തത് ഏതാണ്? കേന്ദ്ര ബാങ്ക് കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഫലമല്ലാത്തതാണ് ഓഹരികളുടെ വിലയിടിയുന്നത്. വാണിജ്യ ബാങ്കുകൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വായ്പ നൽകുക എന്നത് റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിനാൽ കേന്ദ്ര ബാങ്കിനെ കടം നൽകാനുള്ള അവസാനത്തെ അഭയസ്ഥാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെ. വാണിജ്യ ബാങ്കുകൾക്ക് അവശ്യ സമയത്ത് വായ്പ നൽകുക എന്നതാണ് റിസർവ് ബാങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ബാങ്കിന് എന്ത് പറയുന്നു? കടം നൽകാനുള്ള അവസാനത്തെ അഭയസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നു. റിസർവ് ബാങ്ക് സമ്പദ്ഘടനയിലെ പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന അളവ് പരമമായ ഉപാധികളാണ് കരുതൽ ധനാനുപാതവും ബാങ്ക് നിരക്ക്, തുറന്ന കമ്പോള നടപടികൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസിയിൽ വരുന്നതാണ് കരുതൽ ധനാനുപാതം, ബാങ്ക് നിരക്ക്, തുറന്ന കമ്പോള നടപടികൾ, ഓപ്പൺ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതിനുള്ള ഗുണപരമായ ഉപാധികളാണ് വാണിജ്യ ബാങ്കുകളുടെ വായ്പ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യാനുള്ള ധാർമ്മിക അനുനയം, മാർജിൻ റിക്വയർമെന്റ് എന്നിവ. അടുത്തത്, റിസർവ് ബാങ്കിന്റെ പരസ്യ കമ്പോള നടപടികൾ ചുവടെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പരസ്യ കമ്പോള നടപടികൾ ചുവടെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? സർക്കാർ കടപ്പത്രങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഉപാധികളിൽ ഒന്നാണ് എന്ത്? പരസ്യ കമ്പോള നടപടികൾ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങൾ തുറന്ന കമ്പോളത്തിൽ വിൽക്കുന്നതിനെയും വാങ്ങുന്നതിനെയുമാണ് തുറന്ന കമ്പോള നടപടികൾ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് തുറന്ന കമ്പോളത്തിൽ ഗവൺമെന്റിന്റെ കടപ്പത്രം വാങ്ങുകയും പകരം അതിന്റെ മൂല്യത്തിന് തുല്യമായ ചെക്ക് നൽകുകയും ചെയ്യുന്നു. ഇത് പണത്തിന്റെ പ്രധാനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ കടപ്പത്രങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് തുറന്ന കമ്പോള നടപടികൾ എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ ഒരു ചോദ്യം ഡിഗ്രി ലെവൽ ആദ്യഘട്ട പരീക്ഷയ്ക്ക്, പ്രിലിമിനറി ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട്. അടുത്ത നോക്കുക, റിസർവ് ബാങ്ക് കടപ്പത്രങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുമ്പോൾ പണശേഖരത്തിന്റെ അളവ് കുറയുകയും പണത്തിന്റെ പ്രധാനം കുറയുകയും ചെയ്യുന്നു. അത് ഓർത്തിരിക്കുക കേട്ടോ. റിസർവ് ബാങ്ക് കടപ്പത്രങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുമ്പോൾ പണശേഖരത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. പണത്തിന്റെ പ്രധാനം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും ഓർത്തിരിക്കുക. ഇനി ബാങ്ക് നിരക്ക് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? പണത്തിന്റെ പ്രധാനം കൂടുകയാണ് ചെയ്യുക. ബാങ്ക് നിരക്ക് കുറയുമ്പോൾ പണത്തിന്റെ പ്രധാനം കൂടുന്നു.
വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വായ്പ നൽകുന്ന നിരക്കാണിത് ബാങ്ക് നിരക്ക് അല്ലെ. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു? ആവശ്യ സമയത്ത് വായ്പകൾ നൽകുന്നു എന്ന് പറഞ്ഞു. ആ വായ്പ നൽകുന്ന നിരക്കിനെയാണ് ബാങ്ക് നിരക്ക് എന്ന് പറയുന്നത്. ഈ ബാങ്ക് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ വാണിജ്യ ബാങ്കുകളുടെ വായ്പകൾ കൂടുതൽ ചെലവേറിയതാകുന്നു. ബാങ്ക് നിരക്ക് വർദ്ധിക്കുന്നത് വാണിജ്യ ബാങ്കുകളുടെ കരുതൽ ശേഖരങ്ങൾ കുറയ്ക്കുകയും പണത്തിന്റെ പ്രദാനം കുറയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എക്കണോമിക്സിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. അതിലൊന്ന് വായിച്ചുകൂടെ നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്